നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനിലെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനായി വധിക്കപ്പെട്ടു. വധിച്ചത് IRGC ആണ് എന്നുള്ള സംശയങ്ങൾക്ക് ഇപ്പോൾ ബലം കിട്ടുകയാണ്. അതായത് അത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മൊജ്തബ ഖമനായിക്ക് അതിഭീകരമായ രീതിയിൽ പരിക്കേറ്റിട്ടാണ് ഇറാനിൽ നിന്ന് മൊജ്തബ ഖമനായി മറ്റ് ഇടങ്ങളിലേക്ക് മാറ്റുന്നത്. അദ്ദേഹം റഷ്യയിലായിരുന്നു ആദ്യം എന്നൊക്കെയാണ് നമുക്ക് ലഭ്യമായിരുന്ന വിവരം. എന്നാൽ ഇദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളാണ് ഏറെക്കുറെ 99% ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് അത്തരമൊരു സംശയം ദൃഢപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്ന ഭരണരേഖകൾ, ഇദ്ദേഹം ഒപ്പ് നൽകുവാനുള്ള, ഇദ്ദേഹം അനുമതി നൽകുവാനുള്ള ഭരണരേഖകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് IRGC ആണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല ഈ രേഖകളൊന്നും തന്നെ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും IRGC ഇദ്ദേഹത്തിനെ വധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ടും ഒരുപാട് കാരണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. 1979 IRGC രൂപീകൃതമായത് മുതൽ തന്നെ IRGC ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് ഇറാനിൽ ഭരണത്തിൽ വരാനാണ്. പക്ഷേ ഖമനായി ഭരണകൂടം അത്രത്തോളം ശക്തമായിരുന്നത് കൊണ്ട് തന്നെ അത്തരമൊരു സൈനിക അട്ടിമറിക്ക് ഒരു സാധ്യതയും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ നടത്തിയ സംയുക്ത ആക്രമണത്തിലൂടെ അതിനുള്ളൊരു സാധ്യത വന്നു കിട്ടി. അതായത് ആദ്യം ആയത്തുള്ള അൽ ഖമനായി വധിക്കപ്പെട്ടതിന് ശേഷം മൊജ്തബ ഖമനായി ആ ഭരണത്തിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ ഇദ്ദേഹം പെട്ടെന്ന് തന്നെ സൈനിക ആക്രമണത്തിൽ വലിയ അതിഭീകരമായ രീതിയിൽ സാരമായ പരിക്കുകളോടുകൂടി ഇദ്ദേഹം മറ്റൊരു ഇടത്തിലേക്ക് മാറി എന്നും ഇദ്ദേഹത്തിന് വലിയ ശുശ്രൂഷകൾ കൊടുത്തു വരികയാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അതൊന്നുമല്ല, ഇദ്ദേഹം വധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിന് പിന്നിൽ IRGC പ്രവർത്തിച്ചതിനും അവിടെ ഒരു ഭരണ അട്ടിമറി നടത്തുവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അത് ഇതുവരെയും മൂടി വയ്ക്കുവാൻ വേണ്ടിയിട്ട് IRGCക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി എന്താണ് ഇറാനിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇറാനിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, അതായത് ഇസ്ലാമിക നിയമങ്ങളിൽ വളരെയധികം കാർക്കശ്യ സ്വഭാവത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഇറാനിലൊരു താലിബാൻ ഭരണത്തിൻ്റെ തുടക്കം തന്നെ ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ലോക ജനാധിപത്യത്തിൽ തന്നെ വലിയ ഭീഷണിയായി തീരും എന്നുള്ളതാണ്. ഇറാനിൽ ഇപ്പോൾ ഒരു ആണവശേഖരമുണ്ട്. ആണവശേഖരം ഇറാൻ്റെ ഇസ്ഫഹാൻ മേഖലയിലേക്ക് ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണത്തിൽ തകർന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിന് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും തന്നെ ഇതുവരെയും ലഭ്യമല്ല. അവിടുന്ന് വലിയ രീതിയിൽ അഗ്നിസ്ഫോടനമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പുകച്ചുരുളുകൾ ഉയർന്നിട്ടുണ്ട്, അങ്ങനെ ആ മേഖല തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കൂടി അവരുടെ യുറേനിയം ശേഖരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ശേഖരം ഇനി IRGCയുടെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ അത് ഒരു ലോകത്തിന് വലിയ ഭീഷണിയായി തീരും. നോർത്ത് കൊറിയയെ പോലെ മറ്റൊരു രാജ്യത്തിൻ്റെ ജനനമായിരിക്കും അതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. കാരണം അത്രയേറെ ഭീകരമായ ഒരു ഭരണമായിരിക്കും IRGCയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. 1979 വരെ മുതൽ തന്നെ അവർ ഈ ഒരു രീതിയിൽ ഇറാനെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അതിനൊന്നും സാധിക്കാതെ വന്നപ്പോഴാണ് അവരൊക്കെ ഇത് ഖമനായി ഭരണകൂടത്തിൻ്റെ കീഴിൽ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ അതിനൊരു വലിയ കരുത്താണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ തെളിവാണ് മസൂദ് പെഷഷ്കിയാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഇറാൻ്റെ ഇൻ്റലിജൻസ് മന്ത്രിയായിട്ടുള്ള ഹുസൈൻ നെഹാനെ അഹമ്മദ് വാഹിദി എന്ന IRGCയുടെ സുപ്രീം കമാൻഡർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ആ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്തു. അത് IRGCയുടെ കീഴിൽ ഭരണത്തെ കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ്. IRGC ആണ് അവിടെ ഇപ്പോൾ എല്ലാ രീതിയിലും ഭരണം നടത്തി മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ പ്രസിഡൻറ്റിനോ മറ്റ് ഭരണകൂടങ്ങൾക്കോ ഒന്നും തന്നെ ഇതിൽ ഒരു തരത്തിലുള്ള കൺട്രോളുമില്ല. അതിന് ഏറ്റവും അധികം, അതായത് ഈ മേഖലയെ ശക്തി കേന്ദ്രീകരിക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ മേഖലയിൽ ഭരണം നടത്തുവാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു താൽക്കാലികമായ ഭരണകൂടമുള്ളത്. പ്രത്യേകിച്ച് മസൂദ് പെഷഷ്കിയാനെ പോലുള്ള ഒരാൾ ഇറാൻ്റെ മേലുള്ള ഒരു ഭരണത്തിൽ വന്നപ്പോൾ ലോകം വലിയ സന്തോഷിച്ചിരുന്നതാണ്. കാരണം മസൂദ് പെഷഷ്കിയാൻ ഒരു മിതവാദി നേതാവാണ്, ഇറാനിൽ സർവ്വസമ്മതനാണ്, വീണ്ടും ഒരു ജനാധിപത്യത്തിലേക്ക് ഇറാൻ തിരിച്ചു വരുന്നു എന്നതുള്ള ഒരു സൂചനയാണ് ലഭിച്ചത്. അദ്ദേഹം ആ ഒരു കാര്യം ലോകത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. കാരണം IRGC മധ്യേഷ്യൻ രാജ്യങ്ങളെ ആക്രമിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുകയും മധ്യേഷ്യൻ രാജ്യങ്ങളോട് ക്ഷമ ചോദിക്കുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം പോലും ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ IRGC ഇതൊന്നും മൈൻഡാക്കിയില്ല. വീണ്ടും ആക്രമണം ഈ മേഖലയിലൊക്കെ നടത്തിക്കൊണ്ടേയിരുന്നു.
ഈ മേഖല, അതായത് ഈ ഇറാനെതിരെ ഒരു രീതിയിലുള്ള ആക്രമണവും നടത്താത്ത ബഹ്റിൻ പോലുള്ള, അല്ലെങ്കിൽ ഒന്നും പറയാത്ത ബഹ്റിൻ പോലുള്ള രാജ്യങ്ങൾക്കെതിരെ പോലും അതിശക്തമായ അതിമാരകമായ ആക്രമണമാണ് IRGC നടത്തിയത്. അവിടെയൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഉണ്ട് എന്ന പേരിൽ ആക്രമണം നടത്തിയത് ഈ സൈനിക താവളങ്ങളിലേക്കല്ല, ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ജലസംഭരണികളിലേക്കാണ്, എണ്ണ ശുദ്ധീകരണശാലയിലേക്കാണ്, എണ്ണ കിണറുകളിലേക്കാണ് ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ലോകത്തിനേറ്റ ഒരു കനത്ത പ്രഹരത്തിന് കയ്യും കണക്കുമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ലോകം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ രീതിയിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നത്. IRGC ഇറാൻ്റെ ഭരണത്തിലേക്ക്, ഇറാനിൽ ഭരണം നടത്താൻ പോകുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒട്ടും തന്നെ ആശാസ്യകരമായ ഒരു കാര്യമേ അല്ല. IRGC ആണ് ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ ഫണ്ട് ചെയ്യുന്നത്. ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുക, അതോടൊപ്പം തന്നെ അമേരിക്കയെ ആക്രമിക്കുക എന്ന മറ്റൊരു നയമാണ് ഇപ്പോൾ IRGC പിന്തുടരുന്നത്. അതോടൊപ്പം തന്നെ മറുഭാഗത്ത് ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് ബാബൽ അൽ മന്ദബ് അടച്ചിട്ട് അവിടെ ഇസ്രായേലിൻ്റെ നേരെ, ഇസ്രായേലിൻ്റെ കപ്പലുകളോ അല്ലെങ്കിൽ ഇസ്രായേൽ അനുകൂല രാജ്യങ്ങളുടെ കപ്പലുകളോ വരുമ്പോൾ ആ മേഖലയിലേക്ക് ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ട് ഹൂതികളെയും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലേക്കും, എല്ലാ ഇടങ്ങളിലേക്കും IRGC അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത്. ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ എന്തായാലും അവിടുത്തെ ജനങ്ങൾ ഇനിയും ഏറെ കഷ്ടപ്പെടേണ്ടി വരും. കാരണം നേരത്തെ പർദ്ദ ധരിച്ചില്ല എങ്കിൽ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇറാനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്നത് അതിലും ഭീതിജനകമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും. അവിടുത്തെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന താലിബാൻ എങ്ങനെയാണോ അവിടുത്തെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചത്, അവിടുത്തെ പുരുഷന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പൂർണ്ണമായ അധികാരം അവിടുത്തെ പുരുഷന്മാർക്ക് നൽകിയത്, അതായത് ഇപ്പോൾ എല്ലൊടിക്കാം, വേണമെങ്കിൽ നിങ്ങൾക്ക് തല്ലിച്ചതയ്ക്കാം, പക്ഷേ എല്ലൊടിയരുത്, സ്ത്രീകളെ നിങ്ങൾക്ക് തല്ലിച്ചതയ്ക്കാം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള നിയമ സംവിധാനങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള അധികാരം പുരുഷന്മാർക്ക് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു വലിയ പാട്രിയാർക്കൽ സംവിധാനത്തിലുള്ള ചട്ടക്കൂടിലേക്ക് ഇറാനും മാറാൻ പോകുന്നു. സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു രാജ്യമായി ഇറാൻ മാറുന്നു. അതോടൊപ്പം തന്നെ അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം പൂർണ്ണമായും റദ്ദ് ചെയ്യപ്പെടുന്നു എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് മാറാൻ പോകുകയാണ് എന്നുള്ളതാണ്. ഇത് IRGC എന്ന ഒരു സംഘടനയിലേക്ക്, ഒരു സൈനിക സംഘടനയിലേക്ക് രാജ്യത്തിൻ്റെ ഭരണം മാറുന്നു എന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ആ രാജ്യം ലോകത്തിന് വലിയ ഭീഷണിയായി കൂടി മാറും. ഇപ്പോൾ നോർത്ത് കൊറിയ എങ്ങനെയാണോ, പാകിസ്ഥാൻ എങ്ങനെയാണോ, അഫ്ഗാനിസ്ഥാൻ എങ്ങനെയാണോ ആ തരത്തിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു. അവരുടെ ഭരണം ലോകത്തിന് വലിയ ഭീഷണിയാകുന്നുണ്ട്. മധ്യേഷ്യയിലേക്ക് നിരന്തരം ഇനി അവർ ആക്രമണം നടത്തും. ഈ യുദ്ധം അവസാനിച്ചാൽ പോലും ഈ ആക്രമണം ഇറാൻ ഉപേക്ഷിക്കുന്ന ഒരു രീതിയല്ല. ഇനി ഗറില്ല യുദ്ധങ്ങളിലേക്കൊക്കെ ഇറാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് മധ്യേഷ്യ എന്ന ഒരു മധ്യേഷ്യയിലും പശ്ചിമേഷ്യയിലുടെയും സമാധാനം പൂർണ്ണമായും തകരുന്ന ഒരു കാഴ്ചയായിരിക്കും ഇനി ലോകത്തിന് കാണേണ്ടി വരിക. നേരത്തെ വളരെ സമാധാനപൂർവ്വം പൊയ്ക്കൊണ്ടിരുന്ന പല രാജ്യങ്ങളും ആ മേഖലയിലുണ്ട്. അവർ ധാരാളം സമ്പന്നമായി ജീവിച്ചിരുന്ന ഒരു രാജ്യങ്ങളായിരുന്നു. സൗദി അറേബ്യ ആയാലും UAE ആയാലും എല്ലാം ലോകത്തിൽ അതിസമ്പന്നമായ ഈ രാജ്യങ്ങളൊക്കെയും ഇനി ഭീകരവാദത്തിൻ്റെയൊക്കെ പിടിയിൽ അമരുന്ന ഒരു കാഴ്ചയിലേക്ക് ലോകം പോകും. IRGC അവിടെ ഭരണത്തിൽ വന്നാൽ കാര്യങ്ങൾ അത്തരത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഇത്തരത്തിൽ അവിടുത്തെ ഭരണത്തെ തങ്ങളുടെ കുടക്കീഴിൽ, തങ്ങളുടെ കാൽ കീഴിലാക്കുവാൻ വേണ്ടിയിട്ടാണ് IRGC ഈ തരത്തിൽ അവിടുത്തെ പരമോന്നത നേതാവിനെ തന്നെ വധിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടെ ഒരു ഭരണ അട്ടിമറി നടന്നു കഴിഞ്ഞു. ഇനി ഔദ്യോഗികമായി ആ സ്ഥാനത്തേക്ക് അവരെത്തേണ്ടത് മാത്രമേ ഉള്ളൂ. എന്തായാലും അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഈ യുദ്ധം പരമാവധി അതിശക്തമായി IRGCയെ തകർത്ത് കളഞ്ഞില്ല എങ്കിൽ ഇറാനെയും മധ്യേഷ്യയും കാത്തിരിക്കുന്നത് മറ്റൊരു വിധി തന്നെയായിരിക്കും. അതിന് യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.